മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഴയ്ക്ക് ശമനമെങ്കിലും ഹൈറേഞ്ചിൽ കനത്ത കാറ്റ്. ഉടുമ്പൻചോല ചെമ്മണ്ണാറ്റിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചു. സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന കർഷകർ. പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. റവന്യൂ ഭൂമി കയ്യേറി കൃഷി ചെയ്തതിനു ശേഷം വിൽപ്പന നടത്തി ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. പേത്തൊട്ടിയിലെ സർക്കാർ ഭൂമിയാണ് മുട്ടുകാട് സ്വദേശി കയ്യേറി കൃഷി ഇറക്കിയതിനു ശേഷം മറിച്ചുവിറ്റ് തട്ടിപ്പ് നടത്തിയത്. നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ സെമി ഫൈനലാണെന്ന DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ. ഇരവികുളത്തിന്റെ മനോഹാരിത ആസ്വദിച്ച വിദ്യാർത്ഥികളുടെ ഉദ്യാനയാത്ര. വിദ്യാർത്ഥികൾക്കായി വരയാടും കൂട്ടുകാരും പരിപാടിക്ക് തുടക്കം. ആദ്യം പങ്കെടുത്തത് കന്നിമല ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. വിശദമായ വാർത്തകളിലേക്ക്. മഴയ്ക്കൽപ്പം ശമനമെങ്കിലും ഹൈറേഞ്ചിൽ കനത്ത കാറ്റ്. ഉടുമ്പൻചോല ചെമ്മണ്ണാറ്റിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചു. കൃഷി വ്യാപകമായി നശിക്കുമ്പോഴും സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന കർഷകർ. കർഷകർക്ക് അടിയന്തര സഹായം എത്തിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് കോൺഗ്രസ് നേതൃത്വവും വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മഴയ്ക്ക് മലയോരത്തൽപ്പം കുറവുണ്ടെങ്കിലും ശക്തമായ കാറ്റാണ് ആഞ്ഞു വീശുന്നത്. ശക്തമായ കാറ്റിൽ ഏലച്ചെടികൾക്കാണ് വ്യാപക നാശം സംഭവിച്ചിരിക്കുന്നത്. ഏക്കർ കണക്കിന് ഏലമാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത്. ഇത്തവണ മികച്ച രീതിയിൽ വിളവ് ലഭിച്ചിരുന്ന ഏലച്ചെടികൾ നശിച്ചതോടെ കടബാധ്യതയിലേക്കും കർഷകർ കൂപ്പുകുത്തി.
കാലവർഷത്തിൽ വ്യാപക നാശം ഏലം മേഖലയ്ക്കുണ്ടായിട്ടും സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും സ്പൈസസ് ബോർഡിൽ നിന്ന് ₹1 പോലും ഏലം കർഷകർക്ക് ധനസഹായമായി ലഭിക്കുന്നില്ലെന്നും കർഷകർ പറയുന്നു. ഇതിന് ഒരു സഹായവും ഒരു ഭാഗത്തുനിന്നും കിട്ടുന്നില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുമില്ല, സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നുമില്ല, ഒരിടത്തുനിന്നുമില്ല. ഇത് പോയത് ഇനി അതൊന്ന് റീസെറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ ഒത്തിരി പൈസ മുടക്കാവും. അതിനുള്ള പൈസയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇതിനകത്ത് കായെടുക്കാനോ വല്ലതും പറ്റിയായിരുന്നെങ്കിൽ പ്രയാസമില്ലായിരുന്നു. കായെടുക്കാൻ പറ്റാത്തതുകൊണ്ട് പൈസയ്ക്കും പ്രയാസമായി, ഇത് റീപ്ലാന്റ് ചെയ്യാനും പ്രയാസമായി. ഇത്തവണത്തെ വിളവും നശിച്ച അവസ്ഥയിലാണ്. കൃഷി പുനരാരംഭിക്കുവാനും മുമ്പോട്ട് കൊണ്ടുപോകുവാനും സർക്കാർ സഹായങ്ങളില്ലാതെ കഴിയില്ലെന്നാണ് കർഷകർ പറയുന്നത്. അതേസമയം പ്രതിസന്ധിയിലായ ഏലം മേഖലയെ സഹായിക്കുന്നതിന് അടിയന്തര നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര സർക്കാരും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നും ഇല്ലാത്ത പക്ഷം ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കി. ഈ കാലാവസ്ഥ മോശമായി കാറ്റടിച്ചതുകൊണ്ട് കൃഷിക്കാർക്ക്, ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്ക് അല്ലെങ്കിൽ ഉടുമ്പൻചോല താലൂക്കിലെ കൃഷിക്കാർക്ക് വളരെ നാശനഷ്ടമാണ് ഇപ്പോൾ നിലവിലുണ്ടാക്കി. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അതുകൂടാതെ തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കുന്ന സ്പൈസസ് ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ യാതൊരു രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനോ അത് കാണാൻ പോലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തയ്യാറായിട്ടില്ല എന്ന കാര്യമാണ് ഉറപ്പ്. ഇത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ട നഷ്ടപരിഹാരം, ഇത് വന്നു കണ്ട് നഷ്ടപരിഹാരം കൊടുത്തില്ലെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോകാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു. ഏലം മേഖലയിൽ നിലവിലുണ്ടായിരിക്കുന്ന നാശനഷ്ടം പ്രത്യേകമായി വിലയിരുത്തുന്നതിന് സ്പൈസസ് ബോർഡ് നടപടി സ്വീകരിക്കണം. കൃത്യമായ നാശനഷ്ടം വിലയിരുത്തി അടിയന്തര സഹായം വേണമെന്നുമാണ് കർഷകരും പൊതുപ്രവർത്തകരുമടക്കം ആവശ്യപ്പെടുന്നത്. സിറ്റി വിഷൻ, ചെമ്മണ്ണാർ. മൂന്നാറിന് സമീപം ഓട്ടത്തിനിടയിൽ സ്വകാര്യ ബസിന്റെ ടയർ ഊരിപ്പോയി. ദേവികുളത്തു നിന്ന് അടിമാലി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസിന്റെ ടയറാണ് ഓട്ടത്തിനിടയിൽ ഊരിപ്പോയത്. വാഹനത്തിൽ നിന്ന് വേർപെട്ട ടയർ പ്രദേശത്ത് നിർത്തിയിരിക്കുന്ന ഓട്ടോറിക്ഷയിലിടിച്ച് ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇന്നുച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം സംഭവിച്ചത്. ദേശീയപാത 85 പള്ളിവാസലിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഓട്ടത്തിനിടയിൽ ബസിന്റെ മുൻഭാഗത്തെ ടയർ ഊരിപ്പോവുകയായിരുന്നു. ദേവികുളത്ത് നിന്നും അടിമാലി ഭാഗത്തേക്ക് ബസ് പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. സംഭവ സമയത്ത് ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും യാത്രക്കാർക്ക് പരിക്ക് സംഭവിച്ചില്ല. ബസ്സിൽ നിന്നും വേർപെട്ട ടയർ പാതയോരത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചു. ഓട്ടോറിക്ഷയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ, മൂന്നാർ. ശക്തമായ മഴ പെയ്ത് മണലും ചെളിയും നിറഞ്ഞ കാൽനടയായി പോലും കടന്നു പോകാൻ കഴിയാത്ത പാലത്തിലെ മണ്ണും മണലും നീക്കം ചെയ്ത് ഒരുപറ്റം നാട്ടുകാർ. രാജാക്കാട്, സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുക്കുടിയിൽ പാലമാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ ഗതാഗത യോഗ്യമായത്. മഴ നോക്കാതെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി തൂമ്പയുമായി ഡാമിലെ ജീവനക്കാരും പ്രദേശവാസികൾക്കൊപ്പം ചേർന്ന് മാതൃകയായി. തെറ്റിദ്ധരിക്കേണ്ട, ഇത് തൊഴിലുറപ്പ് തൊഴിലാളികളല്ല. ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ മഴ നനഞ്ഞ് ഇവരുടെ സേവനം. രാജാക്കാട്, സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുക്കിടിൽ ചെക്ക് ഡാം പാലത്തിൽ ശക്തമായ മഴയിൽ മണ്ണും മണലും ചെളിയും ഒഴുകിയെത്തിയതോടെ പാലം മണൽക്കൂന കൊണ്ടും മണ്ണും ചെളിയുമായി നിറഞ്ഞു. ഇതോടെ കാൽനട യാത്രികർക്ക് ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചു. സ്കൂൾ, തോട്ടം തൊഴിലാളികളുടെ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഉൾപ്പെടെ ചെളിയിൽ തെന്നി നീങ്ങി അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന് മനസ്സിലാക്കി. പിന്നെയൊന്നും നോക്കിയില്ല. ഡാമിലെ ജീവനക്കാരും പ്രദേശവാസികളും തൂമ്പയുമായി ചെളിയിലേക്ക് ഇറങ്ങി. രാജാക്കാട് പഞ്ചായത്തും സേനാപതി പഞ്ചായത്തും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിൽ മണലും ചെളിയും വന്ന് നടക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പ്രദേശവാസികളും ഡാമിലെ ജീവനക്കാരും ചേർന്ന് അത് എടുത്തു മാറ്റി. രാജാക്കാട്, മുക്കടിൽ തുടങ്ങിയ മേഖലകളിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. വാഹനങ്ങൾ പാലത്തിലെത്തിയാൽ കാൽനട യാത്രികർ ചെളിതെറിക്കാതെ ഓടേണ്ട അവസ്ഥയായിരുന്നു. വലിയ രീതിയിൽ നിന്ന മണൽക്കൂനകൾ എല്ലാം നീക്കുകയും ചെളിയടഞ്ഞു കിടന്ന പാലത്തിലെ ഹോളുകളിലൂടെ വെള്ളം ഒഴുകിപ്പോകാനും കാടുകളെല്ലാം വെട്ടി നീക്കിയ ശേഷമാണ് ഇവർ മടങ്ങിയത്. സിൻഡോ, നിഖിൽ, ബാലൻ, സജി, അജിമോൻ, ജോമോൻ തുടങ്ങിയവർ ഒത്തുചേർന്ന ഒരു പ്രവർത്തനം 2 പഞ്ചായത്തിന് തന്നെ മാതൃകയായി മാറുകയും കാൽനട യാത്രികർക്ക് ഏറെ അനുഗ്രഹമായി മാറി. സിറ്റി വിഷൻ, രാജാക്കാട്. റവന്യൂ ഭൂമി കയ്യേറി കൃഷി ചെയ്തതിനു ശേഷം വിൽപ്പന നടത്തി ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. ശാന്തമ്പാറ പഞ്ചായത്തിലെ പേത്തൊട്ടിയിലെ സർക്കാർ ഭൂമിയാണ് മുട്ടുകാട് സ്വദേശി കയ്യേറുകയും പിന്നീട് കൃഷി ഇറക്കിയതിനു ശേഷം ചെമ്മണ്ണാർ സ്വദേശിയായ നെല്ലുംകുഴിയിൽ ടോമി അലക്സിന് മറച്ചുവിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത്.
സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തി വിൽപ്പന നടത്തിയ മുട്ടുകാട് സ്വദേശി ചെറുപുന്നക്കാലായിൽ സഹായദാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട പരാതി നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും ടോമി അലക്സ് പറയുന്നു. ഫെബ്രുവരിയിലാണ് ടോമി അലക്സ് ഇടനിലക്കാർ വഴി പേത്തൊട്ടിയിലെ സ്ഥലം പാട്ടത്തിനെടുക്കുന്നതിനായി എത്തുന്നത്. തുടർന്ന് സ്ഥലം കൈവശം വെച്ചിരുന്ന സഹായദാസ് വിലയ്ക്ക് നൽകാമെന്നും പണത്തിന് അവധി നൽകാമെന്നും പറഞ്ഞതോടെ 20 ഏക്കർ സ്ഥലം 55 ലക്ഷത്തിന് കച്ചവടം ഉറപ്പിച്ച 14 ലക്ഷം പിന്നീട് അഡ്വാൻസും നൽകി. ഇതിനുശേഷം ബാക്കി തുക നൽകുന്നതിന് മുമ്പ് വസ്തുവിന്റെ വിവരമറിയുന്നതിനായി ശാന്തൻപാറ വില്ലേജ് ഓഫീസിൽ എത്തിയപ്പോഴാണ് പേത്തൊട്ടി താവളത്തിൽ സർവേ നമ്പർ 63/1 സ്ഥലം സർക്കാർ റിസർവ് ചെയ്ത് മാറ്റിയിട്ടിരിക്കുന്നതാണെന്ന വിവരം അറിയുന്നത്. റവന്യൂ രേഖകളിലും ഇത് വ്യക്തമാണ്. തുടർന്ന് താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലായതോടെ പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് സഹായദാസിനെ സമീപിച്ചെങ്കിലും പണം തിരികെ നൽകാൻ തയ്യാറായില്ല. സ്വർണം വിറ്റും ഇതുവരെയുള്ള സമ്പാദ്യവും ചേർത്താണ് സ്ഥലം വാങ്ങാൻ പണം നൽകിയത്. ഇത് നഷ്ടമായതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ടോമി അലക്സ്. പട്ടയ നടപടിയിൽ ഇരിക്കുന്നതാണെന്നും പറഞ്ഞ് എനിക്ക് അത് എഴുതി തരുകയും ചെയ്തു. അത് കഴിഞ്ഞ് ബാക്കി പൈസ ഞാൻ കൊടുത്തത് ആദ്യമേ കൊടുത്തത് 10 ലക്ഷം രൂപയാണ്. ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ ഒന്ന് അന്വേഷിക്കാമെന്ന് വെച്ചു. വില്ലേജ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് വില്ലേജ് ഓഫീസറാണ് പറയുന്നത് ഇത് സർക്കാർ റിസർവ് ചെയ്തിരിക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടാ എനിക്ക് ഇത് ഭൂമി വേണ്ട, എൻ്റെ തന്ന പൈസ ഒന്ന് തരാൻ പറഞ്ഞു. ആ പൈസ തരികയില്ല, ബാക്കി പൈസയും കൂടെ വേണമെന്നും പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു. പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല, ഇവിടെയുണ്ടായിരുന്ന ഷെഡിൽ ടോമി കൃഷി ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്ന വളവും കാർഷിക ഉപകരണങ്ങളുമടക്കം ഇയാൾ കടത്തിക്കൊണ്ടുപോയതായും ടോമി പറയുന്നു. എന്നാൽ ഇതിനുശേഷവും ഇതേ സ്ഥലത്ത് വീണ്ടും വിൽപ്പന നടത്താൻ ശ്രമം നടക്കുന്നതറിഞ്ഞ ഇത് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർക്കും താലൂക്കിലും കളക്ടർക്കുമടക്കം പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. സർക്കാർ ഭൂമി കയ്യേറി വിൽപ്പന നടത്തുന്ന ഇയാൾക്കെതിരെ നടപടിയെടുക്കുകയും സ്ഥലം സർക്കാരിലേക്ക് ഏറ്റെടുക്കുകയും വേണമെന്നാണ് ടോമിയുടെ ആവശ്യം. തന്നെ പോലെ ഇനിയൊരാൾ കബളിപ്പിക്കപ്പെടരുത്, അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നതെന്നും ടോമി പറഞ്ഞു. സിറ്റി വിഷൻ, ചെമ്മണ്ണാർ. നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ സെമി ഫൈനലാണെന്ന DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ. ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ UDF പ്രവർത്തകർ ഉപ്പുതറ ടൗണിൽ നടത്തിയ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നടന്ന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് ഒരു സെമി ഫൈനലാണ് എന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. അത് പ്രതിപക്ഷവും പറഞ്ഞു, ഭരണപക്ഷവും പറഞ്ഞു. നിലമ്പൂരിൽ നടക്കുന്ന ഇലക്ഷൻ ഒരു സെമി ഫൈനലാണ്. ഈ സെമി ഫൈനലിൽ ജയിച്ചാൽ ഫൈനലിൽ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഓട്ടത്തിൽ നമ്പർ 1. നിലമ്പൂർ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയത്തിൽ UDF ഉപ്പുതറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും യോഗവും നടത്തി. UDF മണ്ഡലം ചെയർമാൻ ഷാൽവി എസ്, കൺവീനർ സാബു വേങ്ങവേലി, ജോർജ് ജോസഫ് പടവർ, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, ജോർജ് ജോസഫ്, G മുരുകയ്യ, VK കുഞ്ഞുമോൻ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ഇരവികുളത്തിന്റെ മനോഹാരിത ആസ്വദിച്ച വിദ്യാർത്ഥികളുടെ ഉദ്യാനയാത്ര. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ 50ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് വനംവകുപ്പ് വിദ്യാർത്ഥികൾക്കായി വരയാടും കൂട്ടുകാരും എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന് തുടക്കം കുറിച്ച് മഞ്ഞും കുളിരും നിറഞ്ഞു നിൽക്കുന്ന ഇരവികുളത്തിന്റെ മല കയറി ആദ്യമെത്തിയത് മൂന്നാർ കന്നിമല ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. ചന്നം ഭിന്നം പെയ്യുന്ന ചാറ്റൽ മഴ, ഒരു കാറ്റിൽ ഓടിയെത്തി അടുത്ത കാറ്റിൽ ദൂരേക്ക് മറയുന്ന കോടമഞ്ഞ്. പുൽമേടുകളിൽ മഞ്ഞും തണുപ്പുമൊന്നും പ്രശ്നമല്ലെന്ന രീതിയിൽ മേയുന്ന വരയാട്ടിൻ കൂട്ടങ്ങൾ. ഇരവികുളം ദേശീയോദ്യാനത്തിലെ ഈ കാഴ്ചകൾ കുട്ടിക്കൂട്ടത്തിന് നവ്യാനുഭവം പകർന്നു നൽകി. കൂടാതെ കാടും മേടും കണ്ട് മഴക്കാഴ്ചകൾ ആസ്വദിച്ച് പിന്നെയും യാത്ര. പ്രകൃതിയുടെ തനിമയൊട്ടും ചോരാതെ നിൽക്കുന്ന ഇരവികുളം ദേശീയോദ്യാനത്തിലെ വരയാടും മഴക്കാഴ്ചകളും ഏറെ ആസ്വാദ്യകരമെന്ന വിദ്യാർത്ഥികൾ.
நாங்கள் வந்து இங்கே வந்து நிறையா மரங்கள் செடிகள் இதெல்லாம் பார்த்தோம். இங்கே வந்து வரையாடெல்லாம் நிறையா இருக்குது. நாங்கள் பார்க்காத மரம்லாம் இங்கே நிறையா இருக்குது. குறிஞ்சி பூ செடி மிஸ்டெல்லாம் பார்க்கும்போது நல்லா இருக்குது. பஞ்சு மிட்டாய்க்குள்ளே நிற்கிற மாதிரி மிஸ்ட்டுகள் இதுவே ரொம்ப பார்க்க அழகாக இருந்துச்சு. ദേശീയ ഉദ്യാനത്തിന്റെ 50ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വരയാടും കൂട്ടുകാരും എന്ന പേരിൽ കുട്ടികൾക്കായി വനം വകുപ്പ് പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. പ്രകൃതി സംരക്ഷണ യജ്ഞത്തിന് പുതിയ തലമുറയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പഠന ക്ലാസുകൾ സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു നാഷണൽ പാർക്കിൻ്റെ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ മാനവരാശിക്ക് വേണ്ട ജലലഭ്യത ഉറപ്പാക്കുക, അതുപോലെ ഇവിടെയുള്ള വരയാട് പോലെയുള്ള പ്രശസ്തവും അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വംശങ്ങളെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ മനുഷ്യരും മൃഗങ്ങളും പ്രകൃതിയും ഒന്നാണെന്നൊരു സന്ദേശം കൂടി നൽകുക. ഇതാണ് ഈ ഒരു ക്യാമ്പ് ഉദ്ദേശിക്കുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ സവിശേഷതകൾ കുട്ടികൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും ട്രെക്കിങ്ങും പഠന ക്ലാസും വെർച്വൽ റിയാലിറ്റി ഷോയും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് വനം വകുപ്പ് ഇവിടെ. 50ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടാണ് വരയാടും കൂട്ടുകാരും എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. 50 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ വിവിധ ദിവസങ്ങളിലായി ക്യാമ്പിൽ പങ്കെടുക്കും. 2026 മാർച്ച് വരെയാണ് വിവിധ സമയങ്ങളിൽ ക്യാമ്പ് നടക്കുക. സിറ്റി വിഷൻ മൂന്നാർ. പല സൗഹൃദങ്ങളുടെയും കഥ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ 2 സുഹൃത്തുക്കളെ പരിചയപ്പെടാം. എവിടെ നിന്നോ പാറി വന്ന ഒരു ഓലയിഞ്ഞാലിക്കിളിയും കോഴികളും തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ ഒന്ന് കാണാം. സൗഹൃദങ്ങൾ സന്തോഷമുള്ള നിമിഷങ്ങൾ സമ്മാനിക്കും. സൗഹൃദം എപ്പോഴും ഒരു ആത്മവിശ്വാസം കൂടിയാണ്. എല്ലാം തുറന്നു പറയാൻ ഏതെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ ഓടിയെത്താൻ ഒരാളുണ്ടെന്ന ആത്മവിശ്വാസം. ആഴമുള്ള സൗഹൃദങ്ങൾ മനുഷ്യർക്കിടയിൽ മാത്രമല്ല, പക്ഷികൾക്കും മൃഗങ്ങൾക്കുമിടയിൽ കാണാൻ സാധിക്കും. അങ്ങനെ വ്യത്യസ്തമായ ഒരു സൗഹൃദ കാഴ്ചയാണ് സേനാപതി പള്ളിക്കുന്നിലെ ഇടക്കുടിയിൽ അനുരാജിന്റെ വീട്ടുമുറ്റത്ത് കാണാൻ കഴിയുക. പിരിയാൻ കഴിയാത്ത ആ ആത്മസുഹൃത്തുക്കൾ എവിടെ നിന്നോ പാറിയെത്തിയ ഒരു ഓലഞ്ഞാലിക്കിളിയും അനുരാജിന്റെ വീട്ടിൽ വളർത്തുന്ന കറുത്ത പൂവൻകോഴിയുമാണ്. എല്ലാ ദിവസവും പുലർച്ചെ ഓലഞ്ഞാലിക്കിളി വീട്ടുമുറ്റത്തെത്തും. പിന്നീട് വീട്ടിലെ കോഴികളുമൊത്ത് തീറ്റ തേടും. വെറുതെ കൊത്തിപ്പെറുക്കി തിന്നു നടക്കുക മാത്രമല്ല, ഇരുവരും തമ്മിൽ കളിക്കുന്നതും കാണാം. കോഴിയുടെ നെറുകയിലെ പൂവിലും താഴോട്ട് കിടക്കുന്ന താടിയിലുമൊക്കെ ഓലഞ്ഞാലി കൊത്തിവലിക്കും. പുറത്ത് കയറിയിരിക്കും. ഒന്നിച്ചു ചേർന്നാൽ പിന്നെ അവരുടെ ലോകമെന്ന് പറയാം. ഈ സൗഹൃദത്തിന് കട്ട സപ്പോർട്ട് എന്നോണം പൂവനൊപ്പം പിടക്കോഴിയും. മറ്റു പക്ഷികളുമായും വളർത്തുമൃഗങ്ങളുമായും എളുപ്പം ഇണങ്ങുന്ന പ്രകൃതമാണ് ഓലഞ്ഞാലിക്കിളിക്കെന്നാണ് പക്ഷി നിരീക്ഷകർ പറയുന്നത്. പക്ഷേ കാക്കയെയും പരുന്തിനെയും ഒക്കെ ഇവ കൊത്തിയോടിക്കും. എന്താണെങ്കിലും പതിവായുള്ള ഈ കാഴ്ച ആസ്വദിക്കുകയാണ് അനുരാജും കുടുംബവും. അല്ലെങ്കിൽ ഇന്ത്യൻ ട്രീ പൈ എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയ നാമമുള്ള ഓലഞ്ഞാലി കിളിയാണിത്. ഇത് മറ്റ് പക്ഷികളുമായിട്ട് എളുപ്പത്തിൽ ചങ്ങാത്തം സ്ഥാപിക്കുകയും അവയോടൊപ്പം ഭക്ഷണം തേടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത് ഇപ്പം മാസങ്ങളായിട്ട് അധികം നാളുകളായിട്ട് ഈ കോഴിയോടൊപ്പം തീറ്റ തേടാനായിട്ട് ഇത് രാവിലെയാണ് വരുന്നത്. രാവിലെ മാത്രമേ ഉള്ളൂ ഇതിനൊപ്പം ഇത് തേടിക്കാറുണ്ട്. എന്നാലും എല്ലാ ദിവസവും രാവിലെ ഇതിനോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കുക. പിന്നെ അവർ തമ്മിലുള്ള ചില ഈ സൗഹൃദ കാഴ്ച ഇങ്ങനെ തുടരട്ടെ എന്നാണ് ഈ കുടുംബവും പറയുന്നത്. അതിനാൽ തന്നെ കോഴികൾക്കുള്ള തീറ്റയുടെ കൂടെ ഓലഞ്ഞാലി കിളിക്കുള്ള തീറ്റ കൂടി ഇപ്പോൾ ഇവർ കരുതി വെക്കും. സിറ്റി വിഷൻ രാജാക്കാട്. ഇനി ചെറിയൊരിടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ,
സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. ഇടുക്കി നെടുങ്കണ്ടത്ത് മരത്തിന് മുകളിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്തി. മരത്തിന്റെ ശിഖരം മുറിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത് നിന്ന മരം യുവാവിനും മുറിച്ച മരത്തിനുമിടയിൽ പതിക്കുകയായിരുന്നു. ഇതോടുകൂടി മരത്തിനു മുകളിൽ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന യുവാവിനെ ഫയർഫോഴ്സ് എത്തിയാണ് രക്ഷപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടയിൽ മിഷീൻ വാളുകൊണ്ട് യുവാവിന് പരിക്കുമേറ്റു. കോമ്പയർ ഇല്ലിമൂട്ടിൽ രാജേഷാണ് മരത്തിനു മുകളിൽ കുടുങ്ങിയത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. സ്വകാര്യ കൃഷിയിടത്തിൽ മരത്തിന്റെ ശിഖരങ്ങൾ മുറിക്കുന്നതിനിടയിലാണ് അപകടം. തൊട്ടടുത്ത് ചാഞ്ഞു നിന്നിരുന്ന മരം കടപുഴകുകയായിരുന്നു. ഇതോടുകൂടി മരത്തിനു മുകളിലെ കവരത്തിൽ നിൽക്കുകയായിരുന്ന രാജേഷ് മറിഞ്ഞു വീണ മരത്തിനും കയറിയ മരത്തിനുമിടയിൽ ഞെരുങ്ങി. ഇയാൾ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ എത്തിയെങ്കിലും വൻമരം മാറ്റുവാൻ സാധിക്കുമായിരുന്നില്ല. തുടർന്ന് നെടുങ്കണ്ടത്ത് നിന്നും ഫയർഫോഴ്സ് അധികൃതർ സ്ഥലത്തെത്തി. കടപുഴകിയ മരം കയറുപയോഗിച്ച് ബന്ധിച്ചു. തുടർന്ന് മെഷീൻ വാൾ ഉപയോഗിച്ച് മരം മുറിച്ചു നീക്കുവാൻ ശ്രമിച്ചെങ്കിലും ഇതിനിടയിൽ രാജേഷിന്റെ കാലുകളിൽ വാളുകൊണ്ടു. ഇതോടുകൂടി പരിക്കേറ്റ രാജേഷിന്റെ കാലിൽ നിന്നും രക്തം ചീറ്റുവാൻ തുടങ്ങി. ഇതോടുകൂടി നാട്ടുകാരും ഏണിവെച്ച മരത്തിന് മുകളിൽ കയറി ശ്രമകരമായി ഇയാളെ താഴേക്കിറക്കുകയായിരുന്നു. കാലിനും തുടയ്ക്കും പരിക്കേറ്റ രാജേഷിനെ നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. മർച്ചന്റ് അസോസിയേഷൻ രാജാക്കാട് യൂണിയന്റെ വാർഷിക പൊതുയോഗം നടത്തി. രാജാക്കാട് വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗം ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കലാകാരനായ ഷാജി മൈലംപറമ്പിനെയും ആദരിച്ചു. വിപുലമായ പരിപാടികളോടെയാണ് ഇത്തവണ മർച്ചന്റ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചത്. പൊതുയോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് VS ബിജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കച്ചവടം രക്ഷപ്പെടുത്താൻ കച്ചവട മേഖലയിൽ മാറ്റം വരുത്തിക്കൊണ്ടല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. എങ്ങനെ മാറ്റം വരുത്തും? നിങ്ങൾ ചോദിക്കുക, എങ്ങനെ മാറ്റം വരുത്തും? ഒരു മാരത്തോൺ ഓട്ടം 44 കിലോമീറ്റർ. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ കുട്ടികളെയും സിനിമാ നടൻ കൂടിയായ അംഗം ഷാജി മൈലംപറമ്പിലിനെയും വേദിയിൽ ആദരിച്ചു. പ്രവർത്തന റിപ്പോർട്ട് ജനറൽ സെക്രട്ടറി സജിമോൻ കോട്ടയ്ക്കൽ അവതരിപ്പിച്ചു. വരവ് ചെലവ് കണക്ക് ട്രഷറർ VC ജോൺസണും അവതരിപ്പിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ഹാജി നജീബ് ഇല്ലത്തുപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് KR വിനോദ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PM ബേബി, കുടുംബക്ഷേമനിധി ചെയർമാൻ ഡയസ് പുല്ലൻ, വ്യാപാരി കോപ്പറേറ്റീവ് സഹകരണ സംഘം പ്രസിഡന്റ് VK മാത്യു, മണ്ഡലം പ്രസിഡന്റ് PJ ജോൺസൺ, സെക്രട്ടറി സജീവ് R നായർ, സംസ്ഥാന കൗൺസിൽ അംഗം അബ്ദുൽ കലാം, വനിതാ വിംഗ് സംസ്ഥാന കൗൺസിൽ അംഗം ഗ്രേസി സേവ്യർ, ജില്ലാ കോർഡിനേറ്റർ സിബി കൊച്ചുവള്ളാട്ട് എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു. രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സെമിനാറുകളും കൺവെൻഷനുകളും സംഘടിപ്പിച്ചു വരുന്നത്. മണ്ഡലം കമ്മിറ്റിയുടെയും വാർഡ് തല കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും കർഷക സംഘടനകളുടെയും തൊഴിലാളി സംഘടനകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്.
KPCCയുടെ നിർദ്ദേശപ്രകാരം മഹാത്മാഗാന്ധി കുടുംബസംഗമം പൂർത്തീകരിക്കുകയും ഇതിനെ തുടർന്ന് മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് ഏകദിന സെമിനാറുകളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന ഗ്രാമസ്വരാജിന്റെ ഉദ്ഘാടനം KPCC സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളുടെ ഉത്സാഹം എന്താണ് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഉത്സാഹവും ആ ഒരു കഴിവും പരമാവധി പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ തീരുമാനിച്ചാൽ ഞാൻ ആമുഖമായി അടിവരയിട്ട് പറയുന്നു, ഉടുമ്പൻചോലയിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ DCC വൈസ് പ്രസിഡന്റ് KS അരുൺ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം കൺവീനർ ബെന്നി തുണ്ടത്തിൽ ഏകദിന പരിശീലന ക്ലാസ് നയിച്ചു. ഷാജി കൊച്ചുകരോട്ട്, MB ജോസ്, ജോസ് മുത്താനാട്ട്, ബോസ് P മാത്യു, ജിഷ ബിജു, സുനിൽ വാരിക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സെമിനാറിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴയ്ക്ക് ശമനമെങ്കിലും ഹൈറേഞ്ചിൽ കനത്ത കാറ്റ്. ഉടുമ്പൻചോല ചെമ്മണ്ണാറ്റിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി നശിച്ചു. സ്പൈസസ് ബോർഡ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന കർഷകർ. പ്രതിഷേധത്തിനൊരുങ്ങി കോൺഗ്രസ്. റവന്യൂ ഭൂമി കയ്യേറി കൃഷി ചെയ്തതിനു ശേഷം വിൽപ്പന നടത്തി ലക്ഷങ്ങൾ തട്ടിയതായി പരാതി. പേത്തൊട്ടിയിലെ സർക്കാർ ഭൂമിയാണ് ബുട്ടുകാട് സ്വദേശി കയ്യേറി കൃഷി ഇറക്കിയതിനു ശേഷം മറിച്ചുവിറ്റ് തട്ടിപ്പ് നടത്തിയത്. നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ സെമി ഫൈനലാണെന്ന DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ. ഇരവികുളത്തിന്റെ മനോഹാരിത ആസ്വദിച്ച വിദ്യാർത്ഥികളുടെ ഉദ്യാനയാത്ര. വിദ്യാർത്ഥികൾക്കായി വരയാടും കൂട്ടുകാരും പരിപാടിക്ക് തുടക്കം. ആദ്യം പങ്കെടുത്തത് കന്നിമല ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിൽ എത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതായി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം.
കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.